വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് തിരശ്ശീല വീഴുകയാണ്. 4 ദിവസങ്ങളിലായി നടന്ന പരിപാടികൾ അതിമനോഹരമായ സമാപന നിമിഷങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കലോത്സവത്തിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളെയും ഏറെയും കുറഞ്ഞുമുള്ള അളവിൽ റൈറ്റ് വിഷൻ ലൈവിലൂടെ വരവൂരിൻ്റെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന് വ്യാപകമായ സ്വീകാര്യത ലഭ്യമായിട്ടുണ്ട്. ആ നല്ല നിമിഷങ്ങൾ റൈറ്റ് വിഷൻ്റെ ഫ്ലോറിൽ വിവിധങ്ങളായ സംഘാടകർ ഒക്കെ എത്തിയിരുന്നു. ഒപ്പം തന്നെ കുട്ടികളുടെ പ്രകടനങ്ങൾ മുഴുവൻ യൂട്യൂബിലൂടെ വരവൂരിനെ സ്നേഹിക്കുന്ന, മലയാളികളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളിലേക്കും അത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചെറിയ സെഷനിൽ റൈറ്റ് വിഷൻ ആഗ്രഹിക്കുന്നത് ഈ 4 ദിവസങ്ങളിലായി നീണ്ടുനിന്ന കലാമേളയ്ക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ആളുകളെ ഒരൊറ്റ ഫ്രെയിമിൽ കൊണ്ടുവരിക എന്നതാണ്. ചരിത്രപരമായ ഒരു നിമിഷമായി ഇത് മാറുന്നു. 14 വേദികൾ. ഞങ്ങളുടെ അവതരണത്തിൽ ഒരുപക്ഷെ ചില ഡാറ്റാ പിശകുകൾ വന്നേക്കാം. പക്ഷേ എന്നാലും 14 വേദികൾ, 14 സബ് കമ്മിറ്റികൾ, 180 വളണ്ടിയർമാർ, ഒരു വേദിയിൽ 4 അധ്യാപകർ, അത് നിരന്തരമായി മാറി വരുന്ന അധ്യാപകർ, ഈ 14 സബ് കമ്മിറ്റികൾക്ക് നേതൃത്വം കൊടുക്കുന്ന 10ഓളം അധ്യാപക സംഘടനകൾ, ഔദ്യോഗികമായി AEO ഓഫീസിൻ്റെ പ്രവർത്തനം വരവൂരിലേക്ക് മാറുന്നു. റൈറ്റ് വിഷൻ ഒരു ചാനലിൻ്റെ പ്രവർത്തനം തന്നെ മീഡിയ റൂം പൂർണ്ണമായും വരവൂരിലേക്ക് മാറുന്നു. അങ്ങനെ വേറിട്ട കാഴ്ചകളുമായി 180 വളണ്ടിയർമാർ ചേർന്ന് നിൽക്കുന്നു. ഇതോടൊപ്പം ജനപ്രതിനിധികളുടെ ഒരു നിര തന്നെ പുറത്ത് ഈ കമ്മിറ്റികൾക്ക് ഒപ്പം പ്രവർത്തിക്കാൻ തയ്യാറായി എത്തുന്നു. അങ്ങനെ അത്യപൂർവമായ ഒരു മാനുഷിക വിഭവത്തിൻ്റെ കൂട്ടായ്മയ്ക്കാണ് GHSS വരവൂർ സാക്ഷ്യം വഹിച്ചത്. തീർച്ചയായും എനിക്ക് ഓർമ്മ വരുന്നത് വളരെ പ്രസിദ്ധമായ ആധുനിക മാനേജ്മെൻറ്റിൻ്റെ ഒരു സിദ്ധാന്തമുണ്ട്. ആ ആധുനിക മാനേജ്മെൻറ്റിൻ്റെ സിദ്ധാന്തം 1 head and 1 plan എന്നതാണ്. ഒരു പ്രോഗ്രാമിന് ഒറ്റ ലക്ഷ്യവും ഒരൊറ്റ പ്ലാനും മാത്രമേ ഉണ്ടാകാൻ പാടൂ എന്നതാണ്. വിവിധങ്ങളായ ഉപപ്ലാനുകളെ ചേർത്ത് വെച്ച് ഒരൊറ്റ സമഗ്ര പ്ലാനാക്കി മാറ്റി 4 ദിവസങ്ങളിൽ വരവൂരിൻ്റെ മണ്ണിൽ ഒരു ഉത്സവത്തിന് കൊടിയേറ്റം നടത്തി അതിൻ്റെ പതാക താഴ്ത്തിക്കെട്ടുന്നതിന് വേണ്ടി നേതൃത്വപരമായ പങ്കുവഹിച്ച മുഴുവൻ ആളുകളെയും റൈറ്റ് വിഷന് വേണ്ടി ഉള്ള തുറന്ന് അഭിനന്ദിക്കുന്നു. നമുക്കൊന്ന് പേര് പറഞ്ഞ് ഏത് കമ്മിറ്റിയാണ് എന്ന് പറഞ്ഞ് ഒന്ന് പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് അരുണസ്, AUP സ്കൂൾ പള്ളിക്കൽ അധ്യാപകനാണ്. ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നു. ഉഷാകുമാരി കെ, വരവൂർ GLPSലെ പ്രധാന അധ്യാപികയാണ്. ഫുഡ് കമ്മിറ്റിയിൽ ഒരാളായി പ്രവർത്തിക്കുന്നു. പേര് ഖദീജ ബി, പൂർവ്വ അധ്യാപികയാണ്. ഡിസിപ്ലിൻ കമ്മിറ്റിയിലാണ് വന്നതെങ്കിലും ഫിനാൻസ് കമ്മിറ്റിയിലും ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. സന്തോഷം. എൻ്റെ പേര് ബാലകൃഷ്ണൻ, ഞാൻ GUPS പൈങ്കുളത്തിലെ പ്രധാന അധ്യാപകനാണ്. ഇവിടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായി പ്രവർത്തിച്ചു. എൻ്റെ പേര് സേതു, ഞാൻ ഇവിടുത്തെ HM ആണ്. വരവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും സംഘാടക സമിതിയുടെ ചെയർമാനുമാണ്. മാത്രമല്ല ഫൈനാൻസ് കമ്മിറ്റിയുടെ കൂടി ചെയർമാൻ കൂടിയാണ്. പേര് PP സുനിത. ഞാൻ KG സുരേഷ് ബാബു, വടക്കാഞ്ചേരി ഉപജില്ലാ അക്കാദമിക് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി. എൻ്റെ പേര് KK ബാബു, സംഘാടക സമിതിയുടെ വൈസ് ചെയർമാനും പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനുമാണ്. KB പ്രീത, ഈ വിദ്യാലയത്തിലെ പ്രിൻസിപ്പലും ജനറൽ കൺവീനറുമാണ്. കലോത്സവത്തിൻ്റെ ജനറൽ കൺവീനറുമാണ്. എൻ്റെ പേര് ഷീജ കുനിയിൽ, വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, പരിപാടിയുടെ ട്രഷറർ ആയി വർത്തിക്കുന്നു. എൻ്റെ പേര് സക്കീർ ഹുസൈൻ PM, വടക്കാഞ്ചേരി അക്കാഡമിക് കൗൺസിലിൻ്റെ ട്രഷററായി പ്രവർത്തിക്കുന്നു. എൻ്റെ പേര് K പ്രമോദ്, വടക്കാഞ്ചേരി ഉപജില്ലയ്ക്കകത്ത് 2 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. അതിൽ പഴയന്നൂർ ബ്ലോക്കിലെ ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്നു. എൻ്റെ പേര് വിമല പ്രഹ്ലാദൻ, വരൂർ ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. അക്കോമഡേഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ. എൻ്റെ പേര് ബി വാത്തുകുട്ടി, ഞാൻ വരൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ്. ഞാൻ രജിസ്ട്രേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ.
ഞാൻ സേതു മാധവൻ, വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറാണ്. ഫുഡ് കമ്മിറ്റി ചെയ്തിരിക്കുന്നു. എൻ്റെ പേര് PS പ്രദീപ്, ഈ സ്കൂളിൻ്റെ മുൻ PTA പ്രസിഡൻ്റാണ്. ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ചെയർമാനാണ്, ജനപ്രതിനിധിയാണ്. KM ഷെരീഫ്, രജിസ്ട്രേഷൻ്റെ കൺവീനറായി പ്രവർത്തിക്കുന്നു. അബ്ദുൽ ഗഫൂർ, പബ്ലിസിറ്റിയുടെ കൺവീനറായിരുന്നു. എൻ്റെ പേര് രശ്മി ശാന്തൻ. ഞാൻ ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. ഹെൽത്ത്, വെൽഫെയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്ന കമ്മിറ്റിയുടെ കൺവീനറാണ്. എൻ്റെ പേര് PK യശോദ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. റിസപ്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. എൻ്റെ പേര് അനിത PK, ഞാൻ ഫുഡ് കമ്മിറ്റിയിലാണ്, പഞ്ചായത്ത് മെമ്പറാണ്. എൻ്റെ പേര് സുനിൽ, വരവൂർ GHSലെ PTA പ്രസിഡൻ്റാണ്. ഒപ്പം തന്നെ പബ്ലിസിറ്റി കൺവീനറും കൂടിയാണ്. ഞാൻ ബിപിൻ P. ജോസഫ്, മച്ചാട് ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകനാണ്. അക്കാദമിക് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. എൻ്റെ പേര് ജിമ്മി ലുക്കോസ്, ഞാൻ വടക്കാഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ്. ട്രോഫി കമ്മിറ്റി കൺവീനറാണ്. എൻ്റെ പേര് ഗഫൂർ, CGMS ചേലക്കര സ്കൂളിൽ അധ്യാപകനാണ്. അക്കാദമിക് കൗൺസിൽ അംഗമാണ്. റിസപ്ഷൻ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നു. പേര് ജലീൽ, വടക്കാഞ്ചേരി സെൻറ്റ് ഫ്രാൻസിസ് LP സ്കൂൾ അധ്യാപകനാണ്. റിസപ്ഷൻ കമ്മിറ്റിയുടെ കൺവീനറാണ്. ഞാൻ ഷനുജ TM, ഈ സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം ടീച്ചറാണ്. ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ ജോയിൻറ്റ് കൺവീനർ. ഞാൻ സന്തോഷ്, ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് പ്രവർത്തിച്ചു. ഈ സ്കൂളിലെ തന്നെ കായിക അധ്യാപകൻ കൂടിയാണ്. നമസ്കാരം, എൻ്റെ പേര് ധന്യ, ഞാൻ തോന്നൂർക്കര UP സ്കൂളിലെ അധ്യാപികയാണ്. ഞാൻ അക്കാഡമിക് കൗൺസിൽ അംഗമാണ്. അതിൻ്റെ കൂടെ ഇവിടെ പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ബീന, ഞാൻ SNTTയിലെ അധ്യാപികയാണ്. അക്കോമഡേഷൻ കമ്മിറ്റിയുടെ കൺവീനറാണ്. എൻ്റെ പേര് അരുൺ, GHS വരവൂർ അധ്യാപകനാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് കൺവീനറാണ്. എൻ്റെ പേര് റോയ്, JMHRലെ പ്രധാന അധ്യാപകനാണ്. ഞാൻ അക്കാദമിക് കൗൺസിൽ അംഗവും ഫുഡ് കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പേര് PK ബിന്ദു, ഒരു LP സ്കൂളിലെ പ്രധാന അധ്യാപികയാണ്. വടക്കാഞ്ചേരി HM ഫോറം കൺവീനറാണ്. ഇവിടെ ഫുഡ് കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പേര് റഷീദ്, SNDT ചെറുതുരുത്തിയിലെ അധ്യാപകനാണ്. ഇവിടെ രജിസ്ട്രേഷൻ കമ്മിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത്. അക്കാദമിക് കൗൺസിൽ അംഗം. എൻ്റെ പേര് അനന്തകൃഷ്ണൻ, ചേലക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വർക്ക് ചെയ്യുന്നു. അക്കാഡമിക് കൗൺസിൽ അംഗമാണ്. ഒപ്പം തന്നെ നമ്മുടെ ട്രോഫി കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നു. പേര് ഷറഫുദ്ദീൻ, ALP സ്കൂൾ പങ്ങാരപ്പള്ളിയിലെ അധ്യാപകനാണ്. ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനറും കൂടിയാണ്. പേര് ശ്രീറാം, ചേലക്കര CGEM സ്കൂളിലെ പ്രധാനാധ്യാപകനാണ്. ഇവിടെ ഫുഡ് കമ്മിറ്റി കൺവീനർ കൂടിയാണ്. എൻ്റെ പേര് വർഗീസ്, AUPS പള്ളിക്കലെ അധ്യാപകനാണ്. അക്കാഡമിക് കൗൺസിൽ മെമ്പറും കൂടിയാണ്. ഇവിടെ വെൽഫെയർ കമ്മിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. എൻ്റെ പേര് ഷെറീഫ്, ഞാൻ ഈ സ്കൂളിലെ SMC ചെയർമാനാണ്. കൂടാതെ ഫിനാൻസ് കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് മുസ്തഫ, ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. അക്കാഡമിക് കൗൺസിൽ സെക്രട്ടറി കൂടിയാണ്. കൂടാതെ അറബി കലോത്സവം കൺവീനർ കൂടിയാണ്. തീർച്ചയായും നമ്മുടെ അവസാന നിമിഷങ്ങളിലേക്ക് കലോത്സവം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിന് കേരളോത്സവത്തിൻ്റെ ഒരു സമാപന യോഗത്തിൽ പങ്കെടുക്കേണ്ട അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് വളരെ ചെറിയ വാക്കുകളിൽ നമ്മളോട് ഈ കലോത്സവത്തിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് അവസാനമായി റൈറ്റ് വിഷൻ്റെ പ്രേക്ഷകരോടും നാട്ടുകാരോടും എന്താണ് പറയാനുള്ളത്? ഇന്ന് വടക്കാഞ്ചേരി ഉപജില്ല കലോത്സവത്തിൻ്റെ സമാപനം കുറിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഈ ഇരിക്കുന്ന ടീം മുഴുവനും സംഘാടക സമിതിയിലെ കൺവീനറും അതുപോലെ ചെയർമാൻ പ്രധാനപ്പെട്ട അംഗങ്ങളുമാണ്. ഈ ഒരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് ഇന്ന് ഈ ഒരു സമാപനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. 22, 23, 24, 25 സമാപനം കുറിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിലെല്ലാം യാതൊരു പരാതിയും ബുദ്ധിമുട്ടും ഇല്ലാത്ത തരത്തിൽ
സമാപനം കുറിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഒരുപാട് ഘടകങ്ങൾ ഈ വിജയത്തിൻ്റെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് എൻ്റെ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത തരത്തിൽ ഇവിടെ ഈ കോമ്പൗണ്ട് അതിനോടൊപ്പമുള്ള സ്ഥലങ്ങളെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് അവരുടെ പ്രവർത്തനം ഈ ഒരു സമാപനം കുറിക്കുമ്പോഴും അതിനുശേഷവും തുടരുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിന് വിജയിക്കുന്നതിന് വേണ്ടി ഒപ്പം നിന്നിട്ടുള്ള നമ്മുടെ എല്ലാ കമ്മിറ്റികളും, പ്രത്യേകിച്ച് ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ഇതിന് ഫുഡ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് ഇത്രയും ദിവസം നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാവർക്കും ഭക്ഷണം എത്തിച്ച മധു, വരവൂരിലെ തന്നെ ചെറുപ്പക്കാരനായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന വ്യക്തി കൂടിയാണ്. മധുവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കാറ്ററിംഗ് കൂടി നടത്തി വരുന്നുണ്ട്. ആ ഫുഡ് കമ്മിറ്റിയുടെ ശ്രീരാമ മാഷ് കൺവീനറും അതുപോലെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്ന സേതുവേട്ടൻ ഉൾപ്പെടെ ടീം അംഗങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ 4 ദിവസവും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഭക്ഷണം എത്തിച്ചു എന്നുള്ളത് തന്നെ ഈ ഒരു കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെയാണ്. ഓരോ ആളുകളും ഭക്ഷണം കഴിച്ച് പോകുമ്പോഴും ഞങ്ങൾ ചോദിക്കാറുണ്ട്, ഭക്ഷണം നന്നായോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നുള്ളതെല്ലാം. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസത്തോടു കൂടി തന്നെ ഈ ഒരു കലോത്സവം വിജയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുളവാക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് നമുക്കറിയാം, 8 വർഷം മുന്നേ വരവൂരിനെ തേടി എത്തിയതായിരുന്നു ഈ കലോത്സവം. വീണ്ടും ഏറ്റെടുക്കുമ്പോൾ ഈ ഒരു കലോത്സവം അവസാന നിമിഷം വരെ എങ്ങനെ എത്തുമെന്ന് അറിഞ്ഞിരുന്നില്ല. പക്ഷേ വരവൂരിലെ ജനങ്ങളും അതിനപ്പുറം വരവൂരിൽ നിന്ന് അപ്പുറമുള്ള ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരു ടീമിനൊപ്പം നിന്നു എന്നുള്ളത് വരവൂരിലെ ജനതയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. സന്തോഷത്തോടു കൂടി അതുകൂടി ഇതിൽ ഓരോ ആളുകളെ ഇപ്പോൾ എടുത്തു പറയുന്നില്ല. അങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് മുഖങ്ങളുണ്ട്. ആരെ പറയണമെന്നുള്ളത് കൺഫ്യൂഷൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കലോത്സവം വിജയത്തിലെത്തിക്കാൻ സഹായിച്ച മുഴുവൻ ആളുകൾക്കും സംഘാടക സമിതിയുടെ പേരിൽ പ്രത്യേകം അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കുകയാണ് ഈ വേളയിൽ. തീർച്ചയായും ഈ കലോത്സവത്തിൻ്റെ ലൈവ് സംപ്രേഷണവുമായി ബന്ധപ്പെട്ട് റൈറ്റ് വിഷൻ ഈ വിദ്യാലയത്തിൽ ചെലവഴിച്ച നിമിഷങ്ങളിൽ റൈറ്റ് വിഷന് ബോധ്യമായ ചില കാര്യങ്ങൾ ഉണ്ട്. അത് ഇത്രയും മനോഹരമായ സംഘാടനം, 2 അധ്യാപകർ ക്ലാസ് മുറികളിൽ മാത്രം ഒതുങ്ങി നിന്ന അധ്യാപകരാണ് എന്ന കാഴ്ചപ്പാടിനെ തിരുത്തി ഭക്ഷണം വിളമ്പുന്ന സ്ഥലത്ത്, ഭക്ഷണം ഒരുക്കുന്ന സ്ഥലത്ത്, ക്ലീനിങ്ങിൻ്റെ സ്ഥലത്ത് ഒക്കെ തന്നെ പല വേഷങ്ങളിൽ പല ഭാവങ്ങളിൽ പകർന്നാടുന്ന അധ്യാപകരെയാണ് കണ്ടത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, 10 സംഘടനകൾ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നുണ്ട്. പക്ഷേ 10 സംഘടനകളും സംഘടനാപരമായ എല്ലാ വിഷയങ്ങളും കലാലയത്തിൻ്റെ പുറത്ത് 10 സംഘടനകളും ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെ പോലെ ഇവിടെ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി അണിനിരന്നു എന്നതും റൈറ്റ് വിഷൻ കണ്ടെത്തിയതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ച ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം 2 ദിവസങ്ങൾക്ക് തുടങ്ങിയ അന്ന് തന്നെ ചാനലിൻ്റെ ശ്രദ്ധയിൽ പെട്ടതാണ്. ഞങ്ങൾ പറയുക കൂടി ചെയ്തു, ആയിരക്കണക്കിന് ആളുകൾ നടന്നു പോകുന്ന വഴികളിൽ അവശേഷിക്കുക വൈകുന്നേരത്ത് മനുഷ്യൻ്റെ കാലടിപ്പാടുകൾ മാത്രമാണ്. ഒരു തരി കടലാസ് കഷ്ണം പോലും ക്യാമ്പസിൽ ഇല്ലാത്ത രീതിയിൽ ക്ലീൻ അത്രയും മനോഹരമായ രീതിയിൽ പൂർത്തിയാക്കിയ ഹരിതകർമ്മസേന കേരളത്തിൻ്റെ ശുചിത്വ മുഖത്തിൻ്റെ പരിച്ഛേദമാണ് വരവൂരിൽ നടക്കുന്നത് എന്നതിൻ്റെ സാക്ഷ്യപത്രം കൂടിയാണ് എന്ന് അറിയിക്കുന്നു. വളരെ കുറഞ്ഞ വാക്കുകൾക്കുള്ളിൽ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ റിവ്യൂ മീറ്റിങ്ങും അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമാപന സമ്മേളനം സമയബന്ധിതമായി തന്നെ നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈ മുഴുവൻ സംഘാടക സമിതിക്കും വേണ്ടി നമ്മളോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട AEO ആണ്. AEOയെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ ചെറിയ വാക്കുകളിൽ നമ്മൾ നമ്മുടെ സംഘാടനത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റിന് പോകാൻ ധൃതിയുള്ളത് കൊണ്ട് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വേദിയിൽ നിന്ന് തൽക്കാലം പോകുന്നത്. സമാപന സമ്മേളനമാകുമ്പോഴേക്കും തിരിച്ചെത്തും. ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. വടക്കാഞ്ചേരി ഉപജില്ലയുടെ സ്കൂൾ കലോത്സവം, വരവൂരിൻ്റെ ഗ്രാമോത്സവം ഇവിടെ ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്.
വളരെ നല്ല രീതിയിലുള്ള സംഘാടനം എല്ലാവരും എടുത്തു പറഞ്ഞു. അതിനേക്കാൾ ഉപരി ഈ ഒരു പരിപാടിയുടെ വിജയം എന്നത് ജഡ്ജസിൻ്റെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലാണ്. യാതൊരു പരാതികളും പ്രധാനമായും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ കുട്ടികളെ ഉയർന്ന നിലവാരത്തിലേക്ക് ജില്ലയിലേക്കും തിരഞ്ഞെടുക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് ഈ ഒരു ദിവസവും കൂടെ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുന്നു. പ്രധാനമായും ഉപജില്ലയിൽ 3 മേളകളാണ് നമ്മൾ നടത്താറ്. അതിലെ 3ാമത്തെ മേളയുടെ അവസാന ദിവസം കൂടിയാണ് ഇന്ന്. എനിക്ക് എല്ലാവരുടെയും കൂടെ നിന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് ഈ എല്ലാവരെയും അഭിനന്ദിക്കാൻ ആണ് ഞാൻ ഈ ഒരു അവസരം ആലോചിക്കുന്നത്. കാരണം AEO എന്ന നിലയിൽ എനിക്ക് ഒറ്റയ്ക്ക് മാത്രം എനിക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. നമ്മുടെ ഉപജില്ല എന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലേക്ക് തന്നെ ഏറ്റവും വലുതാണെന്ന് തന്നെ നമുക്ക് പറയാം. 2 BRCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉപജില്ലയിൽ 100-ൽ കൂടുതൽ സ്കൂളുകൾ ആണുള്ളത്. അപ്പോൾ എനിക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ളത് എൻ്റെ സംഘടനാ നേതാക്കളാണ്. സംഘടനാ നേതാക്കളുടെ കീഴിലാണ് അക്കാദമിക് കൗൺസിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ 3 പേരും സംഘടനാ പ്രതിനിധികളും അക്കാദമിക് കൗൺസിൽ അംഗങ്ങളും AEOയും കൂടിയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപജില്ലയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഈ ഒക്ടോബർ മാസം തന്നെ 3 മേളകളും നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റിയതും ഈ ഒരു കൂട്ടായ്മ കൊണ്ട് തന്നെയാണ്. ശാസ്ത്രോത്സവം ചെറുതുരുത്തിയിൽ വെച്ച് വളരെ ഭംഗിയായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. കലോത്സവം ഇവിടെ നല്ല രീതിയിൽ നടന്നു വന്നു. പക്ഷേ കായികോത്സവം ഈ ഒരു വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വെല്ലുവിളികൾ നേരിട്ട ഒരു മേളയായിരുന്നു. കാരണം കായികോത്സവത്തിൽ കായിക അധ്യാപകന്മാരുടെ നിസ്സഹകരണ സമരം എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. കാരണം സാധാരണ നിലയിൽ ഉപജില്ലയിലൊരു കൺവീനർ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കൺവീനർ ഇല്ലാതിരിക്കെ തന്നെ കൂടുതൽ കാര്യങ്ങളും AEO ചെയ്യേണ്ടി വരികയും പിന്നീട് നിർബന്ധപൂർവ്വം ഒരു കൺവീനർക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഒരു മേള വിജയിപ്പിച്ചെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടിയതും എനിക്ക് ഈ ഒരു സംഘടനാ പ്രതിനിധികളുടെയും അക്കാദമിക് കൗൺസിലിൻ്റെയും ഒക്കെ ഒരു സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ജനമധ്യത്തിൽ വെച്ച് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രതിസന്ധിയെ മറികടക്കാൻ സംഘടനാ നേതാക്കളൊപ്പം നിന്നു അല്ലേ? അതിൻ്റെ സന്തോഷം AEOയുടെ മുഖത്തുണ്ട്. തീർച്ചയായും എല്ലാ മേളകളും കഴിഞ്ഞതിൻ്റെ ഒരു ആശ്വാസവും ടീച്ചറുടെ മുഖത്ത് ഉണ്ട്. ഒരു പൊതുവേദിയിൽ തന്നെ ആ നന്ദി കലവറയില്ലാതെ ടീച്ചർ അറിയിക്കുകയാണ്. സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ പ്രീത ടീച്ചർ നമ്മളോടൊപ്പം ഉണ്ട്. ടീച്ചർ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ കൂടിയാണ്. ടീച്ചർ 4ാമത്തെ ദിവസം സമാപനത്തിലേക്ക് കടക്കുമ്പോൾ വളരെ ചെറിയ വാക്കുകളിൽ എന്താണ് കലോത്സവത്തെ പറ്റി പറയാനുള്ളത്? കലോത്സവം വരവൂരിലെത്തുമ്പോൾ ഞങ്ങൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള ആശങ്ക. ഒന്ന്, സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ നമ്മൾ ആ ആശങ്കയ്ക്കിടയിലും സന്തോഷത്തോടു കൂടിയാണ് കലോത്സവം ഏറ്റെടുത്തത്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് പറയാം, മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഉൾപ്പെടുന്ന പഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണമായും നമ്മളുടെ കൂടെ നിന്നു. കൺവീനറെന്നോ ചെയർമാനെന്നോ വ്യത്യാസമില്ലാതെ, സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാ പേരും ഒത്തൊരുമിച്ച് നിന്നു. നമ്മളോട് കൂടി ഈ നാട്ടുകാരും PTA SMC MPT ഉൾപ്പെടെ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഈ ഒരു കലോത്സവം വിജയിപ്പിക്കാനായി. അതിൻ്റെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്, ആശ്വാസമുണ്ട്. വളരെ ചെറിയ വാക്കുകളിൽ ടീച്ചർ ആ വികാരത്തെ വരച്ചിട്ടും അക്കാദമിക് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ഉണ്ട്, സുരേഷ് ബാബു സാർ. വളരെ ചെറിയ വാക്കുകളിൽ അവസാനമായി ആറ്റിക്കുറുക്കി കലോത്സവത്തെക്കുറിച്ച് 2 വരി. എത്ര കുറുക്കിയാലും ഒട്ടും കുറച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്തായാലും ഒരു കാര്യം പൂർണ്ണമായിട്ടും പറയാം, മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. AEO പറഞ്ഞതുപോലെ കഴിഞ്ഞ 19 ദിവസം കൊണ്ട് നമ്മുടെ ഉപജില്ലയിലെ 3 മേളകൾ നമുക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിലെ അവസാനത്തെ മേള നമ്മുടെ ഉപജില്ലാ കലാമേളയുടെ സമാപനം കുറിക്കാൻ ഇപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ വേദികളും ഇനിയൊരു അരമണിക്കൂറിനുള്ളിൽ അവസാന വേദി കൂടി പരിപാടികൾ അവസാനിക്കും. അതിനുശേഷം നമുക്കിവിടെ ഒരു സമാപന സമ്മേളനം കുട്ടികളുടെ
ട്രോഫികൾ വിതരണം ചെയ്യൽ, ഇതൊക്കെയാണ് ഇനി നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. എന്നിരുന്നാലും ശരി, വരവൂര് വന്ന ഒരാളും മനസ്സ് നിറയാതെയും വയറ് വിശന്നും തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല എന്നതിലുള്ളൊരു സന്തോഷം ഈ വരവൂർക്കാരോട് മൊത്തത്തിൽ അക്കാദമിക് കൗൺസിലിന് വേണ്ടി അറിയിക്കുകയാണ്. വരവൂര് ഏറ്റെടുത്ത ഈ കലോത്സവത്തിൻ്റെ അവസാനം കുറിച്ച് നമ്മുടെ സമാപന സമ്മേളനത്തിന് ശേഷം പതാക താഴ്ത്തി ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇനി ഒരു കലാമേള വരവൂരിനെ വെല്ലുന്നത് ഉണ്ടാവണം എന്ന പ്രത്യാശയോടുകൂടി തന്നെയാണ് പോകുന്നത്. വരവൂരായിരിക്കും ഇനി അങ്ങോട്ടുള്ള ടേണിംഗ് പോയിന്റ് എന്നുകൂടി പറയാൻ പറ്റും. മാനസികമായി പൂർണ്ണമായ സന്തോഷത്തോടു കൂടി മനസ്സ് നിറഞ്ഞ് എന്തോ വാക്കുകൾക്കൊരു തടസ്സം നേരിടുന്നുണ്ട്. അത്ര സന്തോഷത്തോടു കൂടി വരവൂരുകാരോടുള്ള എല്ലാ നന്ദിയും അവസാനമായി ഹൃദയത്തിൽ തൊട്ട് പറയുന്നു. നന്ദി, നന്ദി മാത്രം. എനിക്ക് തോന്നുന്നു വരവൂർ ഏതാണ്ട് കലോത്സവത്തിൻ്റെ സ്ഥിരം വേദിയാക്കാനും ബാബുവേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാണ് എന്നതാണ് അവരുടെയൊക്കെ മനോഭാവത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. നമ്മൾ ഈ വളരെ കഴിഞ്ഞ മുഴുവൻ ദിവസങ്ങളിലും എല്ലാ കൺവീനർമാരും ചെയർമാന്മാരും റൈറ്റ് വിഷൻ്റെ പവലിയനിൽ എത്തിയപ്പോഴും ഒരു കൺവീനർ മാത്രം തൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കുകയായിരുന്നു. അവിടെ തന്നെ ഇരുന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായ പങ്ക് വഹിക്കുകയായിരുന്നു. പലതവണ വിളിച്ചു, പക്ഷേ പിന്നെ 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 എന്ന് പറഞ്ഞ് നിഷേധിച്ച് പോവുകയാണെന്ന് വെച്ചാൽ വരാൻ കഴിയാത്ത രീതിയിൽ പോവുകയാണ് ചെയ്തത്. നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറാണ്. നാലാമത്തെ ദിവസം ഒന്നാമത്തെ വേദിയിലെ പരിപാടികൾ പൂർണ്ണമായും കഴിഞ്ഞ് സമാപന സമ്മേളനത്തിൻ്റെ 1 മണിക്കൂർ മുൻപ് മാത്രമാണ് ബാലകൃഷ്ണൻ മാഷ് റൈറ്റ് വിഷൻ്റെ മുൻപിൽ അല്ലെങ്കിൽ സ്കൂളിൻ്റെ മറ്റുള്ളവരുടെ മുൻപിൽ, കുട്ടികളുടെ മുൻപിൽ സംഘാടക റൂമിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ബാലകൃഷ്ണൻ മാഷ് വളരെ ഹൃദ്യമായ ഒരു അഭിനന്ദനമുണ്ട്. ബാലകൃഷ്ണൻ മാഷക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞത്, പ്രോഗ്രാം കമ്മിറ്റിയുടെ ആ ഷെഡ്യൂളിനെ മറ്റെല്ലാവരും ചേർന്ന് ഏറ്റെടുത്തു. സമയബന്ധിതമായി തന്നെ കലോത്സവം പൂർത്തീകരിക്കാനായി 9:10 രേഖപ്പെടുത്തിയ ഏറ്റവും കഴിഞ്ഞ ഉയർന്ന സമയം 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് മാത്രമാണ്. മാഷേ, ഇപ്പോൾ 4ാമത്തെ ദിവസം അവസാനിക്കുമ്പോൾ മാഷക്ക് എന്താണ് പറയാനുള്ളത്? വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാൻ സാധിക്കും. ഇനിയും 2 വേദിയിൽ കൂടി അവസാനിക്കാനുണ്ട്. അത് 4:30 അവസാനിപ്പിക്കും. അതിനുശേഷം സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സെഷൻ 5 മണിക്കാണ്. അതിനു മുമ്പ് തന്നെ നമുക്ക് റിസൾട്ടും പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. വളരെ നല്ല രീതിയിൽ തന്നെ ഈ പ്രോഗ്രാം കമ്മിറ്റി ഈ എല്ലാ പരിപാടികളും ഏറ്റെടുത്ത് നടത്തി. എല്ലാ അധ്യാപകരും, അതിന് ഈ സ്കൂളിലെ അധ്യാപകരുണ്ടായിരുന്നു, പുറമേ നിന്നുള്ള അധ്യാപകരും, എല്ലാവരുടെയും ഒരുപാട് സഹായങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ്, അധ്യാപകർ മാത്രമല്ല, ഇവിടെയുള്ള പഞ്ചായത്ത് പ്രതിനിധികൾ എല്ലാവരും നമ്മുടെ ഒപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഇത്രയും വിജയകരമായി ഈ പ്രോഗ്രാം നടത്താൻ സാധിച്ചത്. അതുമാത്രമല്ല, ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം കമ്മിറ്റിയുടെ മാത്രം വിജയമല്ല. അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സ്റ്റേജ് കമ്മിറ്റി, മറ്റുള്ള കമ്മിറ്റികൾ, പ്രോഗ്രാം കമ്മിറ്റിയോടൊപ്പം പ്രവർത്തിക്കുന്ന സ്റ്റേജ് കമ്മിറ്റി, അതുപോലെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട്, ബാക്കി എല്ലാ കമ്മിറ്റികളും ഒത്തൊരുമിച്ചാലേ ഈ പ്രോഗ്രാം വിജയകരമായി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ്, ഇത് പ്രോഗ്രാം കമ്മിറ്റിയുടെ മാത്രം ക്രെഡിറ്റായി ഞാൻ അവകാശപ്പെടുന്നില്ല, അവരുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഈ കൃത്യസമയത്ത് ഇത് അവസാനിപ്പിക്കാൻ സാധിച്ചതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വളരെ ചെറിയ വാക്കുകളിൽ, വാക്കുകൾ ചെറുതാണെങ്കിലും അവതരണത്തിൽ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ നിന്നാണ് 4:30 മണിക്ക് റിസൾട്ടുകൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കും എന്നാണ്. പ്രഖ്യാപിക്കാൻ കഴിയും എന്നൊന്നുമല്ല, പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് മാഷ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവസാനത്തെ ഒരു വിശിഷ്ട വ്യക്തിയിലേക്ക് പോകുന്നതിന് മുൻപ് അൻസാർ മാഷ് എത്തിയിട്ടുണ്ട്. പരിചയപ്പെട്ടിട്ടില്ല. മാഷെ ഒന്ന് പരിചയപ്പെടണം. നമസ്കാരം. സ്റ്റേജ് ആൻഡ് പന്തലിൻ്റെ കൺവീനറാണ്. ഇന്ന് ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ, ഇവരിയ്ക്കുന്ന വേദി 2 ദിവസം മുമ്പത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പിരിഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ ഇരുന്നു കൊണ്ട് നമുക്ക് അവലോകനം ഞങ്ങൾ പല റൂമിൽ വെച്ച് കൂടി. പക്ഷേ അവസാനത്തെ അവലോകന മീറ്റിംഗ് നമുക്ക് ഈ വേദിയിൽ ഇങ്ങനെ ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് കൂടാൻ പറ്റി എന്നുള്ളത് ആ ഒരു ആത്മവിശ്വാസത്തിലാണ്. ഞാൻ ഈ ഓപ്പോസിറ്റിക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കളറുണ്ട്, അതെനിക്ക് ആ പച്ച കളറാണ്. എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ മുഖം. കാലത്ത് 6 മണിക്ക് വന്നാൽ കാണുന്ന ചേച്ചിയാണ് ആയിരിക്കുന്നത്. ഞാൻ ദിവസവും ഗുഡ് മോർണിംഗ് പറയുന്നൊരു ചേച്ചിയാണ്, ശ്രീവള്ളി ചേച്ചി. കാലത്ത് ഇന്ന് ഞാൻ
ഇന്ന് ഞാൻ കാലത്ത് വന്നില്ല, കുറച്ച് വൈകിട്ട് വന്നത്. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞത്. ഒരു ചേച്ചിയോട് പ്രത്യേകം ഞാൻ പറഞ്ഞു, കാലത്ത് കാണാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് കാണുന്ന മുഖം ചേച്ചിയുടെയാണ്. പിന്നെ എല്ലാ ചേച്ചിമാരും പേരറിയാത്തതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. ആരെയും പേര് ഹരിതകർമ്മ സേന എന്നത് തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേര്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലായ്പ്പോഴും പറഞ്ഞു തുടങ്ങുന്നത്, ഞങ്ങൾ നമസ്കാരത്തിനൊക്കെ പകരം അവർ ഹരിതകർമ്മസേന പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് വലിയ ഒരു കടപ്പാടാണ്. നിങ്ങളോട് ഒരു എത്ര വാക്കുകൾ, എങ്ങനെയുള്ള വാക്കുകൾ, നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ നിങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ തന്നെ കഴിയുന്നില്ല. എന്തായാലും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നീട്ടിപ്പോകും, അതുകൊണ്ട് നീട്ടി പറയുന്നില്ല. എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ സൗണ്ട്, ഇപ്പം നമ്മൾ പറയുന്ന സൗണ്ട്, എൻ്റെ സൗണ്ട് 4 ദിവസമായിട്ട് പോയി, എന്നിട്ട് ഇത്ര ഉച്ചത്തിൽ കേൾക്കാൻ കഴിയുന്നത് ഈ എഫക്റ്റ് എന്ന് തോന്നുന്നു. പേര് അധികം പരിചയമൊന്നുമില്ല ആളെ, വഹാബ് എന്നാണ് പേര്. പക്ഷേ ആ സൗണ്ട്, ഈ ലേറ്റൻ സൗണ്ടിൻ്റെ ഈ സൗണ്ട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങി കംപ്ലീറ്റ് അടിച്ചു പോയതാണ്. ആദ്യത്തെ 4 സ്പീക്കറും ഇതൊക്കെ മുഴുവൻ ഒരു സിറാജ് പറഞ്ഞൊരു പയ്യൻ എപ്പോഴും ഇവിടെ ഇരിക്കും, ജഡ്ജസിനേക്കാൾ പവറാണ്, തല പൊന്തിക്കില്ല. നമ്മൾ എപ്പോൾ വന്ന് നോക്കിയാലും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. കാരണം കാലത്ത് 9 മണിക്ക് തുടങ്ങി രാത്രി 9 മണിക്ക് അവസാനിക്കുന്നത് വരെ ഇങ്ങനെ ഇരിക്കണം. ജഡ്ജസിന് ഇടയ്ക്കൊന്നും പേനയും പേപ്പറൊക്കെ എടുക്കുക, അയാൾക്ക് അതും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒരു വോയിസ് കേൾക്കുകയുണ്ടായി, ആർക്കൊക്കെ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഏതൊരു മത്സരത്തിൻ്റെ ജഡ്ജ് ഇവിടെ അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ എ ഗ്രേഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ എടുത്തു പറഞ്ഞത് ഈ വേദി ഒരുക്കിയവരെയും ആ സൗണ്ട് കൈകാര്യം ചെയ്തിരുന്നു. കാരണം 1 സെക്കൻഡ് പോലും ലാഗില്ലാതെ കുട്ടികൾക്ക് കൃത്യമായി പരിപാടി അവതരിപ്പിച്ചതിന് വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കളും, എൻ്റെ കൂട്ടുകാർ, എൻ്റെ രക്ഷിതാക്കൾ പോലെയുള്ള കാണുന്ന എല്ലാവരും ഉണ്ട്, തിരിഞ്ഞു നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടി എൻ്റെ നാട്, ഞാൻ പഠിച്ച സ്കൂളിൻ്റെ വേദിയിലിരുന്നു കൊണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് അഭിമാനമുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. ആങ്കറിന് പോലും സംസാരിക്കാൻ ഞാൻ അവസരം തരില്ല, അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഒന്നും വിചാരിക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാം. തീർച്ചയായും അത് പ്രവർത്തനങ്ങളുടെ ആവേശത്തിൽ വന്നു പോകുന്നതാണ്, അത് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായും എല്ലാവർക്കും പറയാൻ ഏറെ വിശേഷങ്ങൾ ഉള്ളിലുണ്ട്, ഏറെ അഭിപ്രായങ്ങൾ ഉള്ളിലുണ്ട്, ആവേശം നിറയ്ക്കുന്ന അനുഭവങ്ങൾ ഉള്ളിലുണ്ട്. തീർച്ചയായും എല്ലാവരുടെയും മനസ്സിലുള്ളതും എല്ലാവരും സൂചിപ്പിച്ചതും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ പറ്റി തന്നെയാണ്. ഞങ്ങളും അത് ശ്രദ്ധിച്ചത്. പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഹരിതകർമ്മസേനയെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ ഹരിതകർമ്മസേന എന്നാണ് പറയാറുള്ളത്. ഒരിക്കലും ഹരിതകർമ്മസേന എന്ന് മാത്രം പറയാറില്ല, ഞങ്ങളുടെ ഹരിതകർമ്മസേന എന്താണ്. അതിൽ ആ ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു ബോധ്യം ആ വാക്കുകളിൽ ഉണ്ട്. തീർച്ചയായും നമ്മൾ അവസാന അതിഥിയിലേക്ക് പോകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള മുഴുവൻ മാനുഷിക വിഭവങ്ങളെയും കോർത്തിണക്കി ഈ കലോത്സവത്തിൻ്റെ സംഘാടനം ഒരൊറ്റ പോയിന്റിൽ നിന്ന് കേന്ദ്രീകരിച്ച് എല്ലാത്തിലും ഇടപെട്ട് എല്ലാത്തിൻ്റെയും മെറിറ്റുകളെ ഉൾക്കൊണ്ട് ഡിമെറിറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ തിരുത്തി വിമർശനങ്ങളെ പരിഹരിച്ച് പൂർണ്ണമായും ഈ കലോത്സവത്തിൻ്റെ മുഴുവൻ തലങ്ങളിലേക്കും അതിൻ്റെ വേരുകൾ ആഴ്ത്തി ഇറക്കി കലോത്സവ വേദിയിലെ വടവൃക്ഷമായി സംഘാടനത്തിൽ നിറഞ്ഞു നിന്നത് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ബാബുവേട്ടനാണ്. അങ്ങനെ എല്ലാവരെയും ചേർത്ത് വയ്ക്കാൻ കാണിച്ച ആ മികവ് തീർച്ചയായും അത് അഭിനന്ദനാർഹമാണ്. കാരണം അകത്തുള്ള അധ്യാപകർ പലതരത്തിൽപ്പെട്ടവർ, പുറത്തുള്ള ബഹുജനങ്ങൾ പല വിധത്തിൽപ്പെട്ടവർ, ആ അധ്യാപകരെയും ബഹുജനങ്ങളെയും പൊതുപ്രസ്ഥാനങ്ങളെയും ഹരിതകർമ്മസേനയെയും വളണ്ടിയേഴ്സിനെയും കുട്ടികളെയും അങ്ങനെ മുഴുവൻ മനുഷ്യരെയും കലോത്സവം എന്ന ഒരൊറ്റ പോയിന്റിലേക്ക് കേന്ദ്രീകരിപ്പിച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ബാബുവേട്ടന് കലോത്സവത്തിൻ്റെ വേദിയിൽ നിന്ന് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ബാബുവേട്ട, അവസാനമായി ഈ കലോത്സവത്തെ പറ്റി ആറ്റിക്കുറുക്കിയ വാക്കുകളിൽ എന്താണ് പറയാനുള്ളത്? അതിമനോഹരമായി ഈ കലോത്സവം ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആദ്യമേ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ തട്ടിലുള്ള ആളുകളെല്ലാം ഏകോപിച്ച് എൻ്റെ പ്രിയപ്പെട്ട ഹരിതകർമ്മസേനാംഗങ്ങൾ മുഴുവൻ അവിടെ ഇരിക്കുകയാണ്. പറഞ്ഞ പണി കൃത്യതയോടുകൂടി നിർവഹിച്ച് നമ്മുടെ സ്റ്റേജും മൈക്കും പന്തലും ഒക്കെ ഒരുക്കി തന്ന എൻ്റെ പ്രിയപ്പെട്ട ഹരിതകർമ്മസേനാംഗങ്ങൾ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന എച്ച്.ഐയും ജെ.എച്ച്.യും പ്രിയപ്പെട്ട വിപിയും അതുപോലെ തന്നെ ഐശ്വര്യയും ഉൾപ്പെടെയുള്ള ആളുകൾ, അപ്പുറത്താണെങ്കിൽ ആരോഗ്യ മേഖലയെ മുഴുവൻ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇവരെല്ലാം പോലീസ് ടീം ഉൾപ്പെടെ എല്ലാവരും ഒത്തുചേർന്ന് ഒരു പരിഭവങ്ങളില്ലാതെ ഈ മേളയെ നടത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അത് 100% വിജയമായി എന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നതിൽ ഏറെ സന്തോഷം. അതോടൊപ്പം തന്നെ ഇവിടെ എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളുണ്ട്, എ.ഇ ഉൾപ്പെടെയുള്ള ആളുകൾ,
വളരെ ചിട്ടയോടുകൂടി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സമയബന്ധിതമായി പ്രവർത്തനം അവസാനിപ്പിക്കാൻ അവർ കാണിച്ച നേതൃപാടവം, അവരെ താഴെയുള്ള എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, വിവിധ സന്ദർഭങ്ങളിലെല്ലാം വിവിധ വേദികളിൽ കണ്ട് പരിചയമുള്ള എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയാം, അവരെല്ലാം ഒത്തുചേർന്ന വലിയ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് തുലാവർഷം അതിഭീമമായി നിൽക്കുന്ന സമയമാണ്. ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. അതിഗംഭീരമായ മഴ പെയ്യാനിടയായ സാഹചര്യത്തിലെല്ലാം അതിമനോഹരമായ കെട്ടിയുണ്ടാക്കിയ 4 പന്തൽ, അതിലാണ് നമ്മുടെ കുട്ടികൾ വല്ലാതെ ആടി തിമിർത്ത് സമ്മാനം വാങ്ങിപ്പോകുന്നത്. ഈ ഘട്ടത്തിൽ ആ പന്തലിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട വഹാവ് ഉൾപ്പെടെയുള്ള അതിൻ്റെ സുഹൃത്തുക്കൾ, അതിന് നേതൃത്വം കൊടുക്കുന്ന കൺവീനർ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, അവരെയൊന്നും ഓർക്കാതെ പോകവയ്യ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, 2ാമത്തെ ദിവസം ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം മുട്ടോളം വെള്ളത്തിലാണ് കിടക്കുന്നത്. ആ സന്ദർഭത്തിൽ അതെല്ലാം വകച്ചു മാറ്റി എൻ്റെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എല്ലാം വൃത്തിയാക്കി കുട്ടികൾക്ക് പരിപാടി ആരംഭിക്കാൻ, സമയബന്ധിതമായി ആരംഭിക്കാനുള്ള പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്ന അവരാണ്. അങ്ങനെ പന്തൽ അപ്പുറത്താണെങ്കിൽ വരവൂരിൽ വന്നാൽ ഭക്ഷണം കഴിക്കാതെ ഒരാളെ ഞാൻ പറഞ്ഞു വിടില്ല എന്ന പ്രഖ്യാപനവുമായി നമ്മുടെ മധുവരവ്. നമുക്കറിയാം, നമ്മുടെ ഭക്ഷണം അതിരുചികരമായ ഭക്ഷണമാണ്. 4 ദിവസം വന്നവർക്കെല്ലാം കൊടുത്താണ് നമ്മൾ പറഞ്ഞു വിട്ടിട്ടുള്ളത്. അതിമനോഹരമായി അത് കൈകാര്യം ചെയ്യേണ്ട പ്രിയപ്പെട്ട മധു, നമ്മുടെ സുഹൃത്ത്, അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന ഒരു പരിഭവങ്ങളില്ലാത്ത, പരാതികളില്ലാത്ത ഒരു മേളയാക്കി ഇതിനെ മാറ്റാൻ കയ്യും മെയ്യും മറന്ന് സഹകരിച്ച നിരവധി ആളുകളുണ്ട്. പേരെടുത്ത് പറയാൻ നിരവധി ആളുകളുണ്ട്. അവരെല്ലാം ഒത്തുചേർന്നപ്പോൾ ഇവിടുത്തെ പ്രധാന അധ്യാപിക, അതുപോലെ തന്നെ പ്രിൻസിപ്പൾ, HM, LP, HM, SMC, PTA തുടങ്ങി എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം, അതിനേക്കാൾ ബൃഹത്തെന്ന് പറയുന്നത് ഞങ്ങളെല്ലാം ജനപ്രതിനിധികൾ, എൻ്റെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും ഏറെക്കുറെ മുഴുവനായും ഈ സദാസമയവും ഇവിടെ നിന്നുകൊണ്ട് നേതൃത്വപരമായി പങ്കുപെടുത്ത സംഘടന സഭയുടെ ഓരോ കമ്മിറ്റിയുടെ ചെയർമാൻമാരായി പ്രവർത്തിച്ച് എല്ലാം ഒത്തുചേർന്നപ്പോൾ വരവൂരിനെ കവിച്ചു വെക്കാൻ ഇനി ജില്ലയ്ക്കകത്ത് മറ്റൊരു സബ് ജില്ലാ കലോത്സവത്തിന് സാധ്യമാകില്ല എന്ന തിരിച്ചറിവ് 2017 ഞങ്ങൾ കാണിച്ചതാണ്. അത് അതേപടി ഏറ്റെടുത്തുകൊണ്ട് ഈ നാടൊന്നാകെ അണിഞ്ഞൊരുങ്ങി വന്ന് നമ്മുടെ കുട്ടികൾക്ക്, ആയിരക്കണക്കിന് വരുന്ന കുട്ടികളാണ് ഇവിടെ മത്സരം കാഴ്ചവെച്ചത്. ഒരു പ്രയാസവുമില്ലാതെ നടത്താൻ സാധ്യമാക്കി എന്ന ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് എടുത്തു പറയേണ്ടത്, വരവൂർ എന്ന ഈ ഗ്രാമത്തിൽ വന്ന് ഈ 4 ദിവസവും, 4 അല്ല അതിനു മുമ്പ് തന്നെ സംഘാടക സമിതി ചേർന്ന് മുതൽത്തുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ സംഘാടക സമിതി ഓഫീസിൻ്റെ ഉദ്ഘാടനം, അതിൽ വിവിധങ്ങളായ ഉദ്ഘാടനങ്ങൾ നമ്മുടെ മേള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ട് അതെല്ലാം കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി റൈറ്റ് വിഷൻ്റെ ചാനൽ ഈ വരവൂരിനെ ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. അത് പൂർണ്ണമായും ഈ നാട്ടിലില്ലാത്ത ആളുകൾക്ക് കൂടി കാണാവുന്ന പരുവത്തിൽ എത്തിച്ചു കൊടുത്തുകൊണ്ട് വലിയ ഒരു വിപ്ലവകരമായ മാറ്റത്തിനാണ് അവർ നേതൃത്വം കൊടുത്തത്. ഇതുപോലെ നമുക്കൊരു ടൗൺഷിപ്പ് ഒന്നുമല്ല വരവൂർ. ഈ ഗ്രാമത്തിൽ വന്ന് ഇത് പൂർണ്ണമായും ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ എത്തിച്ച റൈറ്റ് വിഷൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എല്ലാവരും ഒത്തുചേർന്നപ്പോൾ അതിമനോഹരമായി തീർച്ചയായും പരിഭവങ്ങളും പരാതികളും ഒന്നുമില്ലാത്ത ഒരു മഹാമേളയാക്കി ഇതിനെ മാറ്റാൻ സഹായിച്ച എല്ലാ വിഭാഗം, കുഞ്ഞുമക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ നമ്മുടെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ, വളരെ ചിട്ടയോടുകൂടി SPC, NSS വളണ്ടിയർമാർ, ഓരോരുത്തരെ പേരെടുത്ത് പറയുമ്പോൾ നിരവധി പറയേണ്ടി വരും. എല്ലാവരും ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ ഞങ്ങളോട് ചേർന്ന് നിന്നപ്പോൾ ഈ നാടിൻ്റെ അഭിമാനമായി ഈ വർഷത്തെ മേളയെ നടത്താൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, കെ രാധാകൃഷ്ണൻ MP ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ സമയത്തും എന്തായി എന്ന് വിളിച്ചു വെച്ച്, പ്രിയപ്പെട്ട MLA 3 ദിവസമാണ് ഇവിടെ വന്നിരുന്നത്, UR പ്രദീപ് MLA, ബഹുമാനിയ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ്, ഇനിയിപ്പോൾ വരാൻ പോകുന്ന വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, എല്ലാവരും ജനപ്രതിനിധികൾ ഒരുമിച്ച് നിന്ന്, പ്രിയപ്പെട്ട സാബിറ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഉദ്യോഗസ്ഥർ എല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ മഴയെപ്പോലും മാറ്റി നിർത്തി അതിഗംഭീരമായി നടത്താൻ വേണ്ടി കഴിഞ്ഞു. അക്കാദമിക് കൗൺസിലിൻ്റെ പ്രിയപ്പെട്ട സുരേഷ് മാഷ് ഉൾപ്പെടെയുള്ള അവരുടെ ടീം പൂർണ്ണസമയം ഇവിടെ നിന്ന് എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോയി. ഇതെല്ലാം ഒത്തുചേർന്നപ്പോൾ പരാതികളും പരിഭവങ്ങളും ഇല്ലാത്ത ഒരു മേളയായി, ഒരു ഉത്സവമായി ഇതിനെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അതിനെ ഞങ്ങളോട് സഹകരിച്ച, ഗ്രാമത്തോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി, നന്ദി, നന്ദി. തീർച്ചയായും വരവൂരിൻ്റെ മണ്ണിൽ വടക്കാഞ്ചേരിയുടെ കലാമാമാങ്കത്തിന് തിരശ്ശീല വീഴാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിമനോഹരമായ 4 ദിവസത്തെ പരിപാടികളുടെ സമാപനം കുറിക്കുന്ന പൊതുസമ്മേളനം, ഈ 4 ദിവസങ്ങളിലായി നടന്ന പരിപാടിയുടെ മുഴുവൻ പ്രൗഢിയും വിളിച്ചോതുന്ന രീതിയിൽ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് സംഘാടകർ കടക്കുകയാണ്. തീർച്ചയായും അതുവരെ കാലാവസ്ഥ നമുക്ക് അനുകൂലമായി തന്നെ നിൽക്കും എന്ന് ആത്മാർത്ഥമായി നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ചെറിയ ഒരു ഇടവേളയിലേക്ക് നമ്മൾ പോകുന്നു. കൂടുതൽ കലോത്സവ ദൃശ്യങ്ങളുമായി നമുക്ക് തിരിച്ചെത്താം.
കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. ചേലക്കര സെൻട്രൽ സ്കൂൾ. കിൻഡർ ഗാർഡൻ മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം, പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം, ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാസാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു. ചേലക്കര സെൻട്രൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.